ഇപ്പം ഞാൻ ആദ്യം അങ്ങ് മരിച്ചു, സാർ ഈ വിശ്വാസി വന്നു കഴിഞ്ഞ് ഞാൻ മരിച്ചു കഴിയുമ്പോൾ സാർ എന്താ പറയുന്നത്, അവിടെ എന്തൊരു അനുശോചനം പറയുമ്പോൾ എന്താ പറയുന്നത്, ഈ പ്രിയ ദൈവദാസൻ നമ്മൾ അവിടെ വെച്ച് വീണ്ടും കാണുമെന്നുള്ള പ്രത്യാശയോടെ ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. അപ്പോൾ എന്താണ് ഒരു പ്രത്യാശ? എന്താണ് മരിച്ച് ഇന്നലെ വരെ എൻ്റെ കൂടെ രാവിലെ വന്ന് ബൈബിൾ സ്റ്റഡി നടത്തുന്നു, ഇന്നലെ വരെ എൻ്റെ കൂടെ നിന്ന് പ്രാർത്ഥിച്ചവൻ ഇന്ന് മരിച്ചിരിക്കുന്നു. അപ്പോൾ എന്താണ് ഇവിടെ ദുഃഖം, താൽക്കാലിക ദുഃഖം വേറെ പിരിയുമ്പോഴുണ്ട്. ഇപ്പോൾ നമ്മുടെ കുഞ്ഞ് അമേരിക്കയിൽ പോയാലും നമുക്കൊരു സങ്കടമില്ലേ, ഗൾഫിൽ പോകുമ്പോഴൊരു സങ്കടമില്ല, ഇനി എന്നാ ഇവനെ കാണുന്നത്. പക്ഷെ കാണുമല്ലോ, എന്നേക്കുമായിട്ടാണ് അവൻ ഗൾഫിൽ പോയാൽ അല്ല, അവൻ മടങ്ങി വരത്തില്ല, അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് ചെന്ന് കാണത്തില്ല. ഇത്രയേ ഉള്ളൂ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് മരണം. കാരണം ഞങ്ങൾ ഇവിടുത്തെ വാസം കഴിഞ്ഞു, ഞങ്ങളെ അവിടെ ചെന്ന് കാണും. അല്ല നമ്മുടെ മോൻ അമേരിക്കയിൽ പോകുന്നിട്ട് പറഞ്ഞാൽ അവിടെ ചെന്ന് ഗ്രീൻ കാർഡൊക്കെ എടുത്തിട്ട് അവൻ എന്നെ കൂടെ കൊണ്ടുവന്ന് വാക്കുണ്ട്, മനസ്സിലല്ലേ എന്ന വണ്ണം. മറ്റൊരു പാടുണ്ട്, മുമ്പേ പോയിടുന്നവർ ഭാഗ്യമുള്ളവർ. മറ്റൊരു പറഞ്ഞു അവരൊക്കെ നമ്മളെ കാണാനായിട്ട് ഇങ്ങോട്ട് വരിക എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പാട്ട് പാടത്തില്ലേ. അപ്പൊ ക്രിസ്തീയ പ്രത്യാശ എന്ന് പറഞ്ഞാൽ മരണത്തിനപ്പുറത്തേക്കുള്ള സന്തോഷമാണ്. അപ്പൊ അതിന്റെ ഏകദേശ കാര്യം മനസ്സിലല്ല. അവരും നമ്മളുടെ വ്യത്യാസം എന്താ? ദൈവത്തിൽ വിശ്വസിക്കാത്ത, യേശുക്രിസ്തുവിനെ അംഗീകരിക്കാത്തവരും, ഹൃദയം കൊണ്ട് കേട്ടോ അംഗീകരിക്കാത്തവരും, അംഗീകരിച്ച വിശ്വാസത്തിൽ സ്നാനമേറ്റ ഇവര്, ഞാൻ സ്നാനം എടുത്തു പറയും, സ്നാനപ്പെട്ട ആത്മാവിനെ പ്രാപിച്ച ഇവരും നമ്മുടെ വ്യത്യാസം.